അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്ക് വെടിവെക്കാനുള്ള നീക്കം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. ദൗത്യ സംഘത്തിന് നേരെ ആന പാഞ്ഞെടുത്തു. ആ ദൃശ്യങ്ങൾ 24-ന് ലഭ്യമായിട്ടുണ്ട്. അതിലേക്കാണ് ആദ്യം. സൂരജ് സജിയുടെ വിവരങ്ങളുമായി. സൂരജ്, ഈ തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണല്ലോ ആന. മയക്കുവെടിക്കുള്ള ഒരുക്കമാണോ സൂരജ്? തീർച്ചയായും ഉന്മേഷ്, ദൗത്യം ആരംഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ദൗത്യം ഒരു നിർണായക ഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ള സുപ്രധാന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആന എനിക്ക് അടുത്തുണ്ടായിരുന്ന ഈ തുരുത്തിലായിരുന്നു നിലയുറപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് ആനയെ മാറ്റാനുള്ള ഒരു ശ്രമം അത് വനംവകുപ്പിന്റെ റെസ്ക്യൂ സംഘം നടത്തി. അങ്ങനെ ആനയെ മാറ്റുന്ന സമയത്താണ് ഈ വനംവകുപ്പിന് നേരെ ആന തിരിയുന്നതും ആനയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നേർക്കുനേർ നിൽക്കുന്ന ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആന ഇവർക്കടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ വലിയ രീതിയിൽ ബഹളം വെച്ച് ആനയെ പിന്തിരിപ്പിക്കുകയായിരുന്നു. അവിടെ ആ സമയത്ത് ഈ റെസ്ക്യൂവിനുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ അടക്കം വാഹനങ്ങളെല്ലാം ആ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നതൊക്കെ കാണാം. ഈ വാഹനത്തിനടുത്തേക്ക് ആന പാഞ്ഞെടുക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് വലിയ രീതിയിൽ ബഹളം വച്ച് ആനയെ ആ മേഖലയിൽ നിന്ന് നീക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. എന്തായാലും ഇപ്പോൾ മുനിത്തടത്ത് ആന നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതായത് മുനിത്തടം എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം ആന ഓടിക്കേറിയ വനമേഖലയ്ക്ക് അടുത്തുള്ള മേഖലയാണ്. ഈ മുനിത്തടത്തിന് സമീപത്തെ പ്ലാന്റേഷനിൽ, അതായത് നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നത് റോഡാണ്, റോഡിനപ്പുറമാണ് ഈ പ്ലാന്റേഷനും അതുപോലെ വനവും വരുന്നത്. റോഡിന് ഇപ്പുറത്ത് തന്നെ ആന നിലയുറപ്പിച്ചിരിക്കുന്നു. അതായത് ദൗത്യ സംഘത്തിൽ നിന്ന് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം സൗകര്യപ്രദമായ മയക്കുവെടി വയ്ക്കുന്നതിന് അനുയോജ്യമായ ഭൂപ്രകൃതിയുള്ള സ്ഥലത്ത് ആനയെ കിട്ടിയിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും മയക്കുവെടി വെക്കാമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. ആനയെ മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലേക്ക് അരുൺ സക്രി അടക്കം കടന്നു. അതായത് ആന ഇവിടെ നിന്ന് ആ ദൃശ്യത്തിൽ കാണുന്ന മേഖലയിലേക്ക് ഓടിക്കയറിയപ്പോൾ തന്നെ അവിടെ അരുൺ സക്രിയും സംഘവും ഉണ്ടായിരുന്നു. അവർ കൃത്യമായി ആനയെ ഫോളോ ചെയ്യുന്നുണ്ട്. മുനിത്തടത്തിന് സമീപത്ത് ആന നിലയുറപ്പിച്ചിരിക്കുന്നു. ആദ്യ ഘട്ടത്തിൽ ആന വലിയ രീതിയിൽ ഭീതി പരത്തിയാണ് ഓടിയതെങ്കിൽ മുനിത്തടത്തെത്തിയ ആന ഒരേ നിലയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ മുറിവേറ്റത് കൊണ്ട് തന്നെ ആന പലപ്പോഴും ഏറെ നേരം ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ദൃശ്യമായാലും ഇന്ന് പുറത്തുവിട്ട ദൃശ്യമായാലും എല്ലാത്തിലും ആന ഒരേ സമയം കുറേ നേരം നിൽക്കുന്നു നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ മുനിത്തടത്ത് ആന നിൽക്കുന്നു. അത് വനംവകുപ്പിനെ സംബന്ധിച്ചും അരുൺ സക്രി അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സാഹചര്യത്തിലാണ് ആന നിൽക്കുന്നത്. ഈ തുരുത്തിലായിരുന്നുവെങ്കിൽ ആനയെ വെടിവെക്കാൻ കഴിയില്ല. കാരണം തുരുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്താണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ വെച്ച് മയക്കുവെടി വെക്കുകയാണെങ്കിൽ ആന വെള്ളത്തിലേക്ക് വരുന്നതിനും ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും പോലും നയിക്കും. പക്ഷേ ഇതിപ്പോൾ പ്ലാന്റേഷനിലേക്ക് ആന എത്തിയതോടുകൂടി അനുയോജ്യമായ ഒരിടം എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യതയും സാഹചര്യവുമാണ് ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ ആനയെ മയക്കുവെടി വെക്കും. മയക്കുവെടി വെച്ചതിന് ശേഷം ആനയുടെ മുറിവ് എത്രത്തോളമുണ്ട്, മുറിവിന്റെ പ്രകൃതം നോക്കും.